നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജപ്പാനിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ വിനിമയ വിപണിയിൽ യെന്നിൻ്റെ മൂല്യത്തിൽ ചാഞ്ചാട്ടം ഉളവാക്കി. ഡോളറിന് മുന്നിൽ യെൻ ദുർബലമായത് വിദേശ നിക്ഷേപകരെ റബ്ബറിലേക്ക് ആകർഷിച്ചു. അതേസമയം രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ മുന്നിൽ കണ്ട് ഊഹക്കച്ചവടക്കാരും ഫണ്ടുകളും കഴിഞ്ഞ വാരം അവധി വ്യാപാരത്തിൽ പൊസിഷനുകളിൽ വൻ മാറ്റങ്ങൾക്ക് തിടുക്കം കാണിച്ചു. അനുകൂല വാർത്തകളിൽ ബാങ്കോക്കിൽ റബ്ബർ വില കിലോ 192 രൂപയായി. ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ നിരക്ക് കിലോ 319 യെന്നിൽ നിന്നും 324 ഉയർന്നു. കേരളത്തിൽ 4ാം ഗ്രേഡ് കിലോ 191 രൂപ 50 പൈസയിലും 5ാം ഗ്രേഡ് റബ്ബർ കിലോ 188 രൂപ 50 പൈസയിലും വിപണനം നടന്നു. പല ഭാഗങ്ങളിലും തെളിഞ്ഞ കാലാവസ്ഥ നിലനിന്നത് റബ്ബർ ടാപ്പിങ്ങിന് അനുകൂലമാക്കി. അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.